24 ബിഗ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. പ്രതിപക്ഷ നേതാവിനെ CPM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമെന്നാണ് വാർത്ത. സംസ്ഥാന നേതൃയോഗത്തിലെ ചർച്ചകൾക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാലോചന നടത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായും ചിലപ്പോൾ ആലോചിച്ചേക്കാം. കേരളത്തിന് പുറത്തുള്ള PB അംഗങ്ങളുമായി ജനറൽ സെക്രട്ടറി MA ബേബി ആശയവിനിമയം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. പുതിയ പ്രതിപക്ഷ നേതാവിനെ CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വെച്ച് ധാരണയാക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. എന്നാൽ പോളിറ്റ് ബ്യൂറോയിൽ ആ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് PB യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി പ്രഖ്യാപിച്ചു. ഇന്നലെ മുതൽ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ഇന്ന് 2 ദിവസമായി സംസ്ഥാന സമിതിയാണ് ചേരുന്നത്. ഈ യോഗങ്ങളിലെ ചർച്ചകളും മറ്റും മനസ്സിലാക്കിയ ശേഷം കേന്ദ്ര നേതൃത്വമായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള നേതാവ് ആരാണെന്ന കാര്യം നിർദ്ദേശിക്കുക. അതിനു മുമ്പ് കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങൾ ഒരുമിച്ചിരുന്ന ഈ കാര്യം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായും ജനറൽ സെക്രട്ടറി MA ബേബി ആശയവിനിമയം നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കേരളത്തിന് പുറത്തുള്ള PB അംഗങ്ങളുമായി ഇതിനകം തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി ചർച്ച നടത്തി കഴിഞ്ഞു. എന്തായാലും കേരളത്തിൽ പാർട്ടിയെയും മുന്നണിയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നൊരു നേതാവിനെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നതാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം. 2030 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെയും മുന്നണിയും ഒരുക്കുകയാണ് പാർട്ടി നേതൃത്വമുള്ള കടമ്പ. ആ ലക്ഷ്യം നിറവേറ്റുന്നതിനായി പറ്റുന്ന ഒരു നേതാവിനെ കൊണ്ടുവരണം എന്ന അഭിപ്രായമാണ് പാർട്ടിക്കകത്ത് ശക്തമായിരിക്കുന്നത്. ഇന്ന് CPM സംസ്ഥാന സമിതി ആരംഭിക്കുകയാണ്. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയെ പറ്റിയുള്ള വിശകലനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. രൂക്ഷമായ വിമർശനങ്ങൾക്കും മറ്റും ഈ യോഗത്തിൽ സാധ്യതയുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.